നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിനാടകീയമായ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ ഇടം, മുഖ്യമന്ത്രിയുടെ ബേക്കറി ജംഗ്ഷനിലെ വസതിക്ക് മുന്നിൽ ഇന്ന് പോലീസുകാർ ആ കേസിലെ 5 പ്രതികളുമായി തെളിവെടുപ്പിന് പോയി. ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് എത്ര പേരുണ്ടായിരുന്നു? അന്ന് അവിടെ നേതാക്കൾ ഉണ്ടായിരുന്നു, അന്ന് അവിടെ അണികളുടെ ബാഹുല്യം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10-26 യുവാക്കൾ, പാർട്ടിയുടെ അണികൾ. പാർട്ടി പറഞ്ഞാൽ പാർട്ടി പ്രതിരോധത്തിലാണെന്ന് തോന്നുന്ന നിമിഷം മുൻപിൻ നോക്കാതെ ചാടിയിറങ്ങുന്ന മനുഷ്യർ വികാരപരമായ പ്രകടനമാണ് അവിടെ നടത്തിയത്. ഇന്ന് അവരെല്ലാവരും വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇ ഡിയെ പ്രൊവോക്ക് ചെയ്യുക കൂടിയാണ്. ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് അടിയേറ്റ് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നതുകൂടിയാണ്. നമുക്ക് ആർക്കും 100% വിശ്വാസമില്ലല്ലോ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഏജൻസി എന്ന നിലയ്ക്ക്. അപ്പൊ ഇ ഡിയെ പ്രകോപിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. ഇനി വരുന്ന നിയമപ്രക്രിയ മുഴുവനും ഈ ചെറുപ്പക്കാരടക്കമുള്ളവർ നേരിടേണ്ടി വരുന്നു. അതിൽ SFI-കാരായ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ പഠനം പോലും പൂർത്തിയായിട്ടില്ല. അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാം എന്നറിയില്ല. DYFI-കാരായ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് നാളെ പുറത്തേക്ക് പോവുകയോ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ കേസ് അവിടെ കിടക്കും. ഇത് എന്ന് തീരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരും ഏറ്റെടുക്കുന്ന എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മരമുറി ചാനലിലെ ഒരു മാപ്രയുടെ വേവലാതികളാണ് നിങ്ങൾ ശബ്ദമായിട്ട് കേട്ടത്. ആ ദൃശ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ തൊട്ടു മുന്നിൽ, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ചില സംഭവ വികാസങ്ങൾ നടന്നു എന്ന് നമുക്കറിയാം. നമ്മളെല്ലാം അത് കണ്ടതാണ്. കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും ഗുണ്ടകളും ഒക്കെ ആക്രമിക്കുകയുണ്ടായി. തുടർന്ന് അവരിൽ ഒട്ടുമിക്കവരെയും അറസ്റ്റ് ചെയ്തു. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത 5 പേർക്ക് ജാമ്യാപേക്ഷ കൊടുത്തിട്ടും ജാമ്യം കിട്ടിയില്ല. അവരുമായിട്ട് തെളിവെടുപ്പിന് ചെന്നതാണ്. ആ മാപ്രയുടെ വേവലാതിയിൽ തന്നെയുണ്ട് എല്ലാം. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. അന്ന് തിരുവനന്തപുരത്തുള്ള സകലമാന കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ആ വീടിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ആർക്ക് വേണ്ടി? പിണറായി വിജയന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയൻ്റെ മകൾ വീണ ടി അഥവാ വീണ തൈക്കണ്ടി എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി ജയിലിൽ പോയ മനുഷ്യനെയും കൊണ്ട് തെളിവെടുപ്പിനായി ആ വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ വെറുതെയെങ്കിലും പിണറായി വിജയന് ആ വീടിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി നിൽക്കാമായിരുന്നു. നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കസേര ഇട്ടിരിക്കാമായിരുന്നു. അന്ന് ഇ ഡി റെയ്ഡിന് ശേഷം അവരെല്ലാം പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് ഇയാൾക്ക് ഭയങ്കര ഓറയാണ് എന്നൊക്കെ പറഞ്ഞ് CPM-കാർ BGM ഒക്കെ കുത്തിക്കയറ്റി കുറേ റീലുണ്ടാക്കിയിരുന്നു. അത് ഇന്ന് ആവർത്തിക്കാമായിരുന്നല്ലോ. എന്തേ ചെയ്തില്ല? ചെയ്യില്ല. ആർക്ക് പോയി? പോയവർക്ക് പോയി. അല്ലാതെ നേതാക്കൾക്കോ അവരുടെ മക്കൾക്കോ ഒരു ചുക്കുമില്ല എന്ന സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതിൽ ചിലരുടെയൊക്കെ വീടിൻ്റെ യഥാർത്ഥ അവസ്ഥ ശിവൻകുട്ടി അവരുടെ വീടുകളിൽ പോയി സന്ദർശിച്ചപ്പോൾ ആ മണ്ടൻ സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ചില ചിത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ തന്നെ നിങ്ങളെ കാണിച്ചിരുന്നു. ഞാൻ മാത്രമല്ല, പലരും അത് കാണിച്ചിരുന്നു. അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ചിലരുടെയൊക്കെ വീടുകളിൽ. അവരാണിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. ഇനി ഈ ആവലാതിപ്പെട്ട ഈ മാപ്ര അടക്കമുള്ള എല്ലാ കൂട്ടത്തിനോടാണ് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്. നിങ്ങളിൽ പലർക്കും ഈ സത്യം നേരത്തെ തന്നെ അറിയാമല്ലോ. ഇവിടെ കൊലപാതക കേസിൽ നിന്ന് വരെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ പലരെയും ഊരിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, അവരെ ആക്രമിക്കാൻ പാടില്ല എന്ന സത്യം മാപ്രകൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. നിങ്ങളിൽ പലരും, ഒട്ടുമിക്കവരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ്, സമ്പർക്കമുള്ള ആളുകളാണ്. അവരെ എപ്പോൾ വിളിച്ചാലും സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാപ്രകളുണ്ട് ഈ കേരളത്തിൽ. എന്നിട്ടും ഇങ്ങനെയൊരു അനിഷ്ട സംഭവം നടക്കുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും നിങ്ങളാരും തയ്യാറായില്ല. കാരണം നിങ്ങളും കൂടെ ആഘോഷിക്കുകയായിരുന്നു. നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാനുള്ളൊരു വാർത്ത കിട്ടിയതിൻ്റെ ആഘോഷമായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറേ കമ്മ്യൂണിസ്റ്റ് സഖാക്കളും ഗുണ്ടകളും അടക്കമുള്ളവർ അകത്തായപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോൾ ഇരുന്ന് രോദിക്കുന്നു. അവരുടെ ആ സംസാരത്തിൻ്റെ ആ ടോണൊക്കെ കണ്ടു. അവർക്ക് വളരെയേറെ നിരാശയുണ്ട്. ആ ദൃശ്യം ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. മരമുറിയിലെ ആൻഡോ അഗസ്റ്റിൻ അവിടെ എന്തോ പോയ അണ്ണാനെ പോലെയാണ് അങ്ങനെ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹമൊക്കെ കുറേ കുഴലൂതിയതല്ലേ. അപ്പോൾ അതെല്ലാം തകർന്നതിൻ്റെ ഇച്ഛാഭംഗത്തോടെ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മാപ്രകളുടെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു കേരള പോലീസിനെ ആക്രമിക്കുന്ന പോലെയല്ല ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെയൊക്കെ ആക്രമിച്ചാൽ കിട്ടുന്ന കൂലി എന്ന്. ഈ മാപ്ര പറഞ്ഞ പോലെ എത്ര കാലം അവർ ഈ കേസിൻ്റെ പിന്നാലെ, ഈ കേസ് വിധി വന്ന് ഇനി ശിക്ഷ കിട്ടിയാലും അതിൽ ഇളവോ പരോളോ ഒന്നും കിട്ടാൻ പോണില്ല. അതൊക്കെ അതീവ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ സാക്ഷികളെ, അതായത് സാക്ഷികളും ഈ വാദികളുമൊക്കെ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരും തന്നെയാണ്. അപ്പോൾ അവരെ ഒന്ന് സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും സാധ്യമുള്ള കാര്യമല്ല. അതിനാൽ ഈ കേസ് എത്രത്തോളം അവരുടെ ജീവിതത്തിനെ ബാധിക്കാമോ ആ രീതിയിലെല്ലാം അവരെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ, അവരുടെ കുടുംബത്തെ, അവരുടെ തൊഴിൽ കിട്ടുന്ന കാര്യത്തിൽ ഒരു സർക്കാർ ജോലി അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒന്ന് പുറത്തു പോകണമെങ്കിൽ പോലും അവർക്ക് പാസ്പോർട്ട് കിട്ടില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നായ നക്കി എന്ന അർത്ഥത്തിൽ തന്നെ പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടതിൽ ഈ മാപ്രകൾക്കും അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാറിയിരുന്നിട്ട് ഈ ആവലാതി കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല എന്നുകൂടി മാപ്രകളെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.